മരണമുണ്ടെന്ന് നിനക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ശ്രദ്ധയോടെ ജോലി ചെയ്തോ, ദർഹംസ് മേടിച്ചോ, ഡോളർ കിട്ടുവാണെങ്കിൽ അതും മേടിച്ചു, നല്ല ഹോട്ടലിൽ പോയി കഴിച്ചോ, 2 ദിവസം ഹോട്ടലിൽ താമസിച്ചു, ഒക്കെ ചെയ്തു. ഈ പുസ്തകം പോലെ വേറൊരു പുസ്തകം സഭാപ്രസംഗം അവസാന ഭാഗത്തിരിക്കുക. യൗവനക്കാരാ കിട്ടുന്നൊക്കെ മേടിച്ചടിച്ച് ബോധിച്ചോ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ ആരാ അനുവദിക്കുന്നു? അങ്ങനെയുള്ളൊരു ദൈവമാണ്. പക്ഷേ നീ ഒന്നോർത്തോണം, ഇതിനൊക്കെ നീ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ, തോന്നിയ പോലെ ആരെ വേണേലും ആരാധിച്ചു, പക്ഷെ ഇതിനല്ലേ നീ കണക്ക് കൊടുക്കണം. നീ എൻ്റെ മുമ്പിൽ ഒരു ദിവസം വരും, അന്ന് നീ കണക്ക് പറയണം. നീ ആയിരിക്കും ഇത് കൊണ്ട് തീർന്നെന്ന്. ബാക്കി എല്ലാവരും മണ്ടന്മാരാ. ചൊവ്വേ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവൻ വലിയ പൊട്ടനല്ലേ. മറ്റോ ഒരുത്തൻ ഇങ്ങനെ പോളക്സ് ചൂട് അതിനിടയ്ക്കൂടെ ബൈക്കും അതിനിടയ്ക്ക് കൂടെ പോകും, അവനൊന്തൊരു മിടുക്കനാ. ഞാൻ ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചു. ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾ കൂടി നിൽക്കുന്നു. എന്തോ ഇച്ചിരി മുമ്പ് എൻ്റെ മുന്നേ കൂടെ കയറിപ്പോയവൻ അതാണ്ട് കിടക്കുന്നു. അത്രയും ചിന്തിക്കാനുള്ള പിശാച് അതിനെ ചതിക്കുക.